അപ്പോൾ ഞങ്ങളിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണേ. പോകുന്ന വഴിക്ക് കാശിക്കൂട്ടിന് മുടി മുറിക്കാനൊന്നും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മാനന്തവാടി പപ്പായ സലൂണിലാണ് ഞങ്ങൾ കയറിയത്. അപ്പോൾ കാശിക്കൂട്ടിന് അടങ്ങിയിരുന്ന് തരുമെന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവൻ അതൊരു കുഴപ്പമില്ലാതെ അടങ്ങിയിരുന്ന് തന്നിട്ടുണ്ട്. തല കുനിക്കാൻ പറയുമ്പോൾ കുനിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇടങ്ങാറും ഉണ്ടായില്ല കേട്ടോ. അടങ്ങിയിരുന്ന് തന്നുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് മുടി മുറിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അവർക്കും ഒരു ടെൻഷനും കൂടാതെ മുറിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് വള്ളിയൂർക്കാവിൽ ഒന്ന് ഇറങ്ങി കേട്ടോ. ഐസ്ക്രീം ഉണ്ടപ്പോൾ അത് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ പാറക്കുട്ടിയും കാശിക്കൂട്ടിനും കൂടെ പോയിട്ട് കളിക്കുന്ന സാധനമൊക്കെ ഒന്ന് പിടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനുവായിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങി വന്നപ്പോൾ രണ്ടാക്കും കുറച്ച് കളിക്കുന്ന സാധനമൊക്കെ വാങ്ങിക്കൊടുത്തേ. എത്ര വാങ്ങിക്കൊടുത്തിട്ടും കാശിക്കൂട്ടിനും മതിയാവുന്നില്ല കേട്ടോ. എല്ലാ സാധനവും പോയി വലിച്ചിടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി എണ്ണയൊക്കെ അടിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് കറി വെക്കാൻ എന്തെങ്കിലും വാങ്ങാമെന്ന് വെച്ചപ്പോൾ കമ്പളക്കാട് എത്തിയപ്പോൾ നല്ല മീൻ കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് മീനൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ വേഗം വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തി പാടി ഞാൻ മാറ്റാനൊന്നും നിന്നില്ല കേട്ടോ. വേഗം അകമൊക്കെ അടിച്ചു വാരി മുറ്റമൊക്കെ അടിച്ചു വരാൻ പോയേ. കുളിക്കേണ്ടതുകൊണ്ട് ഡ്രസ്സൊന്നും മാറ്റിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അടിച്ചു വരി കഴിഞ്ഞപ്പോൾ നല്ല ചായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ നല്ല ചൂട് പഴംപൊരി ഉണ്ടാക്കിയിരുന്നത്. അതൊക്കെ കൂട്ടി ഞങ്ങൾ ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട്